എല്ലാ മനുഷ്യന്റെയും ആഗ്രഹമാണ് അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കണം എന്നുള്ളത്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചേ, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ? ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയും ആ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു എന്ന് ഒരു പ്രവാചകനിൽ കൂടെ ദൈവം സംസാരിക്കുന്ന ഒരു സന്ദേശമാണ് ഇന്ന് നിങ്ങളോടുള്ള ദൂത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. ദൈവം സംസാരിക്കുക ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കും. എന്താണ് ഇന്നത്തെ സന്ദേശം? നിന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ കാതുകളിൽ എത്തിയിട്ടുണ്ട്. നീ ആരും കാണാതെ ഒഴുക്കിയ കണ്ണുനീർ ദൈവത്തിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു രാജാവിനോട് പ്രവാചകൻ ചെന്ന് പ്രവചിക്കുകയാണ്, നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തിക്കോ, നീ മരിക്കാൻ പോവാ. സംസാരിച്ചത് ദൈവമാണ്. പക്ഷെ ദൈവത്തിന്റെ പ്രത്യേകത, ആര് കണ്ണുനീരൊഴുക്കി കരയുമോ ആ കണ്ണുനീരിനെ ദൈവം മറികടക്കത്തില്ല. ഇവിടെ മനസ്സിലാക്കണം, ആ രാജാവ് ചുവരിനേരെ തിരിഞ്ഞ് ദൈവത്തോടൊരു കരച്ചില് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ദൂത് പറഞ്ഞ പ്രവാചകൻ കൊട്ടാരം വിട്ട് പുറത്തിറങ്ങിയപ്പോൾ ദൈവം സംസാരിച്ചു, നീ തിരിച്ചു ചെല്ലണം, നീ ആ രാജാവിനോട് സംസാരിക്കണം. എന്തു സംസാരിക്കണം? നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു, നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടിരിക്കുന്നു, നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂടെ ഞാൻ കൂട്ടിത്തരും എന്ന് പറഞ്ഞാൽ അടുത്ത 15 വർഷം നീ എന്തിനെ ഭയപ്പെട്ടോ ആ വിഷയത്തിൽ ഇനിയും ഭയപ്പെടണ്ട. ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് ദൈവം സംസാരിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും, നിങ്ങളുടെ കണ്ണുനീർ ദൈവം കാണും. വേദപുസ്തകം പഠിക്കുമ്പോൾ നിന്റെ കണ്ണുനീർ ഞാൻ തുരുത്തിയിലാക്കി വെച്ചിരിക്കും. കണ്ണുനീരൊഴുക്കിയുള്ള പ്രാർത്ഥന കുറയരുത്. അത് നിനക്കേറെ അനുഗ്രഹത്തിന് കാരണമാണ്. നമുക്കൊന്നിച്ച് കരങ്ങൾ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു എന്ന് ഞങ്ങളോട് ദൈവം സംസാരിച്ചത്, ഞങ്ങളുടെ കണ്ണുനീർ കണ്ടിരിക്കുന്നെന്ന് സംസാരിച്ചത്, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും അവരുടെ കണ്ണുനീരും കണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം. നിന്റെ നാമം ചൊല്ലി അവരെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടു, ഉടനെ നിനക്ക് ഉത്തരമുണ്ട്. God bless you.